വാർത്തകളിലേക്ക് പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിൽ ബിജെപിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി സൊസൈറ്റി സെക്രട്ടറിയുടെ മൊഴി. വായ്പ തിരിച്ചടയ്ക്കാത്തവരിൽ ബിജെപി കൗൺസിലർമാർ വരെയുണ്ടെന്നാണ് സെക്രട്ടറി നീലിമ ആർ കുറുപ്പ് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ നിർണായക ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്തതിനാൽ സെക്രട്ടറിയെ വീണ്ടും മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ ബിജെപിയെ കൂടുതൽ വെട്ടിലാക്കുന്നതാണ് വലിയശാല ഫാം ആൻഡ് ടൂർ കോർപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി നീലിമ ആർ കുറുപ്പിന്റെ മൊഴി. കോടികൾ ബാധ്യതയുണ്ടായിരുന്ന സൊസൈറ്റിയിൽ വലുതും ചെറുതുമായി ബിജെപി കൗൺസിലർമാർ വായ്പയെടുത്തു എന്ന് സ്ഥിരീകരിക്കുകയാണ് മൊഴി. സൊസൈറ്റിക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് സെക്രട്ടറി തന്നെ മൊഴി നൽകി. 1/2 കോടി രൂപയോളം മാത്രമാണ് ബാധ്യതയുള്ളത്. അത് പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതേ തുടർന്നാണ് പ്രസിഡന്റ് തിരുമല അനിലിന് വലിയ മാനസിക സമ്മർദ്ദമുണ്ടായത്. ഇത് അദ്ദേഹം തന്നോട് പറഞ്ഞിരുന്നെന്നും സെക്രട്ടറി പറഞ്ഞു. വൻതുക വായ്പയെടുത്തവർ കുറവാണ്. വായ്പ തിരിച്ചടയ്ക്കാത്തവരിൽ ബിജെപി കൗൺസിലർമാർ വരെയുണ്ടെന്നും സെക്രട്ടറിയുടെ മൊഴിയിലുണ്ട്. തിങ്കളാഴ്ച മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരുന്നെങ്കിലും ഹാജരാകാതിരുന്ന നീലിമ ഇന്നലെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി മൊഴി നൽകി. എന്നാൽ മൊഴിയെടുപ്പിൽ ചില ചോദ്യങ്ങളോട് സെക്രട്ടറി പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറിയെന്നും പോലീസ് പറയുന്നു. വായ്പ തിരിച്ചടയ്ക്കാത്തവരിൽ നിന്ന് അത് തിരികെ പിടിക്കാനുള്ള നടപടികളിലേക്ക് പോകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് സെക്രട്ടറി മറുപടി നൽകിയില്ല. സഹകരണ വകുപ്പിൽ നിന്ന് ഓഡിറ്റ് റിപ്പോർട്ടും അന്വേഷണ റിപ്പോർട്ടും ലഭിച്ചതിനു ശേഷം സെക്രട്ടറിയെ വിശദമായ മൊഴിയെടുപ്പിന് വീണ്ടും വിളിച്ചു വരുത്തും. വരും ദിവസങ്ങളിൽ ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് കൂടുതൽ മൊഴി ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.